നമ്മുടെ ഈ പള്ളിപ്പാട്ടുകാവ് ഭഗവതി ക്ഷേത്രത്തിൻ്റെ തിരുവുത്സവ വേളയിൽ ഇന്നത്തെ ദിവസത്തെ സംബന്ധിച്ചോളം ഒരു നല്ല കലാകാരൻ, കല എന്ന് പറയുന്നത് സാക്ഷാൽ ദൈവമാണ്. ആ കലയിൽ സംഗീതമാണ് ഏറ്റവും വലിയ കല. സംഗീതമാണ് ദൈവത്തിൻ്റെ ഏറ്റവും ഉന്നതമായ സ്ഥാനം. ആ സ്ഥാനം അലങ്കരിച്ചുകൊണ്ട് സംഗീതത്തെ നമ്മളിലേക്ക് എത്തിക്കുക, അതിലൂടെ ഒരു വലിയൊരു ഭാവന, അതിൽ വലിയൊരു സൗഹാർദ്ദപരമായിട്ടുള്ള നമ്മുടെ ജീവിതത്തിൻ്റെ ബൗദ്ധികമായിട്ടുള്ള തലങ്ങളിലേക്ക് ഉയർത്താൻ അത്രമാത്രം കഴിവുള്ള ഒരു കലയാണ് സംഗീതം എന്ന് പറയാതിരിക്കാൻ വയ്യ. ആ സംഗീത വാസന അനുഗ്രഹിച്ച് ദൈവാനുഗ്രഹത്താൽ കിട്ടിയിട്ടുള്ള ഒരു യുവ തലമുറയുടെ പ്രതീകമാണ് ശ്രീ കലാഭവൻ ശശികൃഷ്ണ. അദ്ദേഹത്തിൻ്റെ ആ സംഗീത ചാതുര്യം നമ്മളോടൊപ്പം പങ്കുവയ്ക്കുകയും അതോടൊപ്പം തന്നെ നമ്മുടെ സാമൂഹ്യ സാംസ്കാരിക വ്യവസ്ഥകൾക്കെതിരെയുള്ള ചില വിമർശനങ്ങൾ കൂടി അദ്ദേഹത്തിൻ്റെ നർമ്മ രീതിയിലും കൂടി നമ്മളിലേക്ക് എത്തിക്കുക എന്നുള്ള ഒരു ലക്ഷ്യവും കൂടി അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ടായിരുന്നു. അത് എല്ലാം കൂടി സമന്വയിപ്പിച്ചുകൊണ്ട് ഈ പള്ളിപ്പാട്ടുകാവിൻ്റെ വേദിയിൽ ഈ ഭക്തജനങ്ങളുടെ ഉള്ളിലേക്ക്, ഹൃദയത്തിലേക്ക് എത്തിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു എന്നുള്ളത് വലിയൊരു കാര്യമാണ്, മഹത്തായ ഒരു കാര്യമാണ്. നമ്മളിൽ ഒരാളായ ഒരു കലാകാരൻ, അത്ര വലിയ ഉയർന്ന തലത്തിലുള്ള കലാകാരനാണെന്ന് ഞാൻ പറയില്ല, കാരണം നമ്മൾ അത്ര ഉയർന്ന പടിയിലുള്ളവരല്ല. ഒരു സാധാരണക്കാരനായ നല്ലൊരു കലാകാരൻ, ശുദ്ധമായ കലാമിതത്വം മനസ്സിൽ സൂക്ഷിക്കുന്ന ഒരു കലാകാരൻ, ആ കലാകാരൻ്റെ വൈദഗ്ധ്യം അല്ലെങ്കിൽ ആ കലാവാസന നമുക്കായി പങ്കുവച്ചതിൽ നമുക്ക് എല്ലാവർക്കും സന്തോഷമുണ്ട്. അദ്ദേഹത്തിൻ്റെ എല്ലാവിധത്തിലുള്ള ഉയർച്ചയ്ക്കും, അദ്ദേഹത്തിൻ്റെ എല്ലാവിധത്തിലുള്ള ബൗദ്ധികമായ ഉയർച്ചയ്ക്കും ഈ പള്ളിപ്പാട്ടുകാവ് വേദിയിൽ അദ്ദേഹത്തിൻ്റെ ഈ അവതരണം കൊണ്ട് അദ്ദേഹം നേടിയെടുക്കാനാവട്ടെ. അമ്മയുടെ അനുഗ്രഹം എന്നും ഈ കലാകാരൻ ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ ഏവരുടെയും പ്രാർത്ഥന ഉണ്ടാകണമെന്നുകൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. അതോടൊപ്പം തന്നെ പള്ളിപ്പാട്ടുകാവ് ക്ഷേത്രം ശ്രീ കലാഭവൻ ശശികൃഷ്ണയെ സ്നേഹോപഹാരം നൽകി ആദരിക്കുകയാണ്. അതിനുകൂടി നിങ്ങളുടെ സഹകരണം ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. സ്നേഹോപഹാരം നൽകുന്നതിനായി ക്ഷേത്ര കമ്മിറ്റി വൈസ് പ്രസിഡന്റ് ശ്രീ വേണുഗോപാൽ അവരെ ക്ഷണിക്കുന്നു. എല്ലാവരും നല്ലൊരു കയ്യടി കൊടുത്ത് അദ്ദേഹത്തെ പ്രോത്സാഹിപ്പിക്കുക.